നമ്മൾ ഡെക്കറേഷന് യൂസ് ചെയ്ത ഫ്ലവേഴ്സാണ്. ഈ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഫ്ലവേഴ്സ് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, രണ്ട് ടൈപ്പാണ്. ഇത് കുറച്ച് വില കൂടിയൊരു പേപ്പറാണ്, ഫ്ലിക്സ് പേപ്പർ എന്ന് പറയും. ഇത് സാധാരണ നമ്മുടെ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ചെറിയ ഷോർട്ട് ടേം യൂസിനാണെങ്കിൽ ഈ നമ്മുടെ ക്രേപ്പ് പേപ്പർ മതി കേട്ടോ. ഇതിന് വില കുറവാണ്, ഒരു ഷീറ്റിന് 7 രൂപയൊക്കെ വരുള്ളൂ. പക്ഷേ ഫിലിക്സ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല വിലയുണ്ട്, പക്ഷേ ലോങ് ലാസ്റ്റ് ചെയ്യും. നമുക്ക് വർഷങ്ങളോളം ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കുകയാണ് നല്ലത്. ഈ ഫ്ലവർ കണ്ടപ്പോൾ പലരും എന്നോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കാണിച്ചു തരാം. ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫിലിക്സ് പേപ്പർ. ഇത് സാധാരണ നമ്മുടെ ക്രേപ്പ് പേപ്പറാണ്. അപ്പോൾ ഞാൻ 2 വെച്ചിട്ടും ഫ്ലവർ ഉണ്ടാക്കി കാണിച്ചു തരാം. ആദ്യം ഫിലിക്സ് പേപ്പർ എടുക്കാം. അതിന് ഒരു 7 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുമുള്ള പീസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 7 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള പീസ് കട്ട് ചെയ്യുവാണ്. ഏകദേശമൊക്കെ മതി കേട്ടോ. ഇതിങ്ങനെ കറക്റ്റ് അളവ് വേണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ നമുക്ക് പെറ്റൽസ് എല്ലാം ഒരേ അളവായിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന അതേ അളവ് തന്നെയായിരിക്കണം എല്ലാത്തിനും വരേണ്ടത്. ഈ ഒരു 5 സെൻറ്റിമീറ്റർ ഏകദേശം ഒന്ന് മെഷർ ചെയ്തിട്ട് ആ ഒരു ഇതിൽ നമുക്ക് പേപ്പർ മടക്കിയെടുക്കാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇതിൻ്റെ 2 വശവും 2 കളറാണ്. ഈ പേപ്പർ കുറച്ച് കട്ടിയായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന പേപ്പറാണ്. ഇതിൻ്റെ 2 വശവും 2 കളറാണ്.
നമ്മൾ പെറ്റൽസൊക്കെ 6 പെറ്റൽസ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഒരു ബീഡ് കമ്പിയിൽ കോർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 3 ബീഡ്സ് നമുക്കിതുപോലെ അതിൻ്റെ ഉള്ളിൽ കൊടുത്താൽ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ ബീഡ്സ് 2 എടുത്തു. ഈ ജസ്റ്റ് പെറ്റൽസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കെട്ടിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനെ കെട്ടുകയാണ്. നൂല് ഉപയോഗിച്ച് തന്നെയാണ് ഇത് കെട്ടിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ പെറ്റൽസ് അറേഞ്ച് ചെയ്തു. അതിനുശേഷം ഒന്ന് അതിനെ ആവശ്യമുള്ള രീതിയിൽ ഒന്ന് വളച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ഫ്ലവർ റെഡിയാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലവർ വൈസൊക്കെ നമ്മുടെ വീട്ടിൽ ഫ്ലവർ വൈസൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും.